ഷാർജയിൽ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശിനി അതുല്യ ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുല്യയുടെ അമ്മ തുളസിഭായിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് ഇന്ന് രേഖപ്പെടുത്തും. അതുല്യ അയച്ച ദൃശ്യങ്ങളും വീഡിയോകളും അന്വേഷണ സംഘത്തിന് കൈമാറിയേക്കും. അരുൺ രാജ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് കൊല്ലത്തുനിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. ശരിക്കും ഇതൊരു ആത്മഹത്യയാണ്, അതല്ലെങ്കിൽ അവിടുത്തെ അധികൃതർ നടപടിയെടുത്തതെന്നുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ ഈ മരണത്തിൻ്റെ മേലെ ദുരൂഹതയുണ്ട് എന്നെന്തെങ്കിലും സംശയം പോലീസിനുണ്ടോ? ഷാർജയിൽ ആത്മഹത്യ നിലയിൽ കാണപ്പെട്ട അതുല്യയുടെ മരണം അത് ഈ ഭർത്താവിന്റെ പീഡനം മൂലമാണ് എന്നുള്ളതാണ് അതുല്യയുടെ കുടുംബം മുന്നോട്ട് വെക്കുന്ന ആരോപണം. അത് സാധൂകരിക്കുന്ന തെളിവുകളടക്കമാണ് നേരത്തെ തന്നെ അതുല്യയുടെ കുടുംബം പരാതിയായി സംസ്ഥാന പോലീസിന് നൽകിയത്. ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ആദ്യഘട്ടത്തിൽ ഈ കേസ് അന്വേഷിച്ച തെക്കുംഭാഗം പോലീസ് മനസ്സിലാക്കിയത്. തുടർന്ന് ഈ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇന്ന് അതുല്യയുടെ അമ്മയുടെ മൊഴിയെടുക്കും. അതുല്യയുടെ അമ്മ ഈ കേസുമായി ബന്ധപ്പെട്ട് അതുല്യ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും അയച്ച കൂടുതൽ തെളിവുകൾ, അത് ഡിജിറ്റൽ തെളിവുകളാണ്, അത് കൈമാറും. അതുപോലെ തന്നെ അതുല്യയുടെ സഹോദരി ഇക്കാര്യങ്ങൾ, അതുല്യ നേരിട്ട പീഡനങ്ങൾ നേരിൽ കണ്ടൊരു വ്യക്തിയാണ്. ഈ കാര്യങ്ങളിൽ അതുല്യയുടെ സഹോദരിയുടെ വിവരങ്ങളും ഈ ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ തുടക്കത്തിൽ പോലീസിന് ഒരു വീഴ്ച സംഭവിച്ചിരുന്നു. അതാണ് സതീഷിന് ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയത് എന്ന വിലയിരുത്തലാണ് നിലവിൽ നിയമവിദഗ്ധർക്കും കുടുംബത്തിനുമുള്ളത്. കാരണം ഇത് കൊലക്കുറ്റത്തിലാണ് കേസെടുത്തത്. ഒരിക്കലും കൊലക്കുറ്റം നിലനിൽക്കില്ല. ഷാർജ പോലീസും അതുപോലെ തന്നെ ഫോറൻസിക് റിപ്പോർട്ടും ഇത് ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് കൊലക്കുറ്റം നിലനിൽക്കില്ല എന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അത് അംഗീകരിച്ചുകൊണ്ടാണ് സതീഷ് നേരത്തെ കോടതി ഇടക്കാല ജാമ്യം നൽകിയത്. പക്ഷേ ഈ കേസിൽ അതിനപ്പുറം ചില മാനങ്ങളുണ്ട്. സ്ത്രീധന നിരോധന നിയമപ്രകാരം കേസ് നിലനിൽക്കും. ഗാർഹിക പീഡനം ഉണ്ടായിട്ടുണ്ട്. ഈ വകുപ്പ് പ്രകാരം സതീഷിനെതിരെ ശക്തമായ തെളിവുകളുണ്ട് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഇക്കാര്യത്തിൽ കൂടുതൽ മൊഴികൾ കൂടി രേഖപ്പെടുത്തി സതീഷിനെതിരെയുള്ള നീക്കം ശക്തമാക്കുന്നത്. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.